ഹായ് ഓൾ, എല്ലാവർക്കും ബ്രിറ്റ് ലൈഫ് വിത്ത് ഹെലനയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, ഗൾഫ് കൺട്രീസ് ആണോ അല്ലെങ്കിൽ UK ആണോ നല്ലത്. അപ്പോൾ എപ്പോഴും ഈ നമ്മൾ കുവൈറ്റ്, ഖത്തർ, അതുപോലെ സൗദി അറേബ്യ, ഒമാൻ, അങ്ങനെ നമുക്കറിയാം നമ്മൾ നേഴ്സസ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ഗൾഫ് കൺട്രീസ് ഇതൊക്കെയാണ്, ദുബായ്, അബുദാബി. അപ്പോൾ അല്ലേ, അപ്പോൾ അവിടെ നിന്ന് UK വരുന്നത് വെർത്താണോ അല്ലെങ്കിൽ UK ലൈഫ് തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് ഒരു പോക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? കാരണം ഞാൻ ഓൾറെഡി ഒരു 3 ഇയർ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ അവിടുത്തെ ബുദ്ധിമുട്ട് അതാണ്. എനിക്ക് ബാക്കി കൺട്രീസിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. ഈ ഒമാൻ അതല്ലെങ്കിൽ നമ്മുടെ ദുബായ്, അബുദാബി എന്ന് പറയുന്ന അവിടെയൊക്കെ എങ്ങനെയാണ് നേഴ്സസിന് ഉള്ള അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ സൗദിയിൽ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ പലർക്കുള്ള എന്താ പറയുക, നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ചേഞ്ച് ആയിരിക്കും. ചിലർക്ക് ഇപ്പോൾ ഗൾഫ് കൺട്രീസ് തന്നെയായിരിക്കും കൂടുതലായിട്ട് കംഫർട്ടായിട്ടുള്ള ഏരിയാസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയാലും അതിലും കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ചിലപ്പോൾ കംഫർട്ട് കൂടുതൽ അവിടെ ആയിരിക്കാം. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അതായത് പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് ചേഞ്ച് വരാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക, പലർക്കും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കാം. അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കമ്പാരിസൺ, അതായത് എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിലാണ് ഞാൻ പറയുന്നത്, ഗൾഫ് ആൻഡ് അതുപോലെ UK തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെപ്പോഴും ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്, അതായത് ഏർണിങ്സ് ആണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗൾഫ് കൺട്രീസ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം സൗദിയിലാവുമ്പോൾ നമുക്ക് എത്രയാണോ ഇപ്പം നമ്മളുടെ സാലറി എത്രയാണോ അതിൽ നിന്ന് നമുക്ക് ചിലവ് വരുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ്. കാരണം അവിടുത്തെ അക്കോമഡേഷൻ അതല്ലെങ്കിൽ ഫുഡ് അലവൻസും അക്കോമഡേഷനും ഇപ്പോൾ ഫാമിലിനെ കൊണ്ടുവന്നാൽ തന്നെ ഫാമിലിക്ക് നമ്മളുടെ ആ അലവൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസ്, നമ്മളുടെ വെക്കേഷനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവരാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാ ഗൾഫ് കൺട്രീസിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സൗദിയിൽ അങ്ങനെയായിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ UK നമ്മളുടെ സാലറിയിൽ നിന്നാണ് നമുക്ക് എക്സ്പെൻസ് പോകുന്നത്. നമുക്കിപ്പോൾ എത്ര സാലറി കിട്ടിയെന്ന് പറഞ്ഞാലും അതിൽ നിന്നുള്ള അതിൻ്റെ ഒരു 3/4 എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലിനെ മാത്രം വെച്ച് നോക്കുമ്പോൾ ഒരു 3/4 നമ്മളുടെ സാലറി എക്സ്പെൻസ് ആവും ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് അതുപോലെ അക്കോമഡേഷൻ, ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ള ഏരിയയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഫുഡ് അത്രയും പ്രോബ്ലം ഇല്ല, പക്ഷേ അക്കോമഡേഷൻ വളരെ എക്സ്പെൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. റെൻറ്റൊക്കെ ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന സമയത്ത്, അതായത് ബർമിംഗ്ഹാമിലൊക്കെ വരുന്നതിന് മുന്നേ ഒത്തിരി കുറവായിരുന്നു റെൻറ്റ്. വന്ന സമയത്ത് നമ്മൾക്ക് ഒരു 650 തൊട്ടൊക്കെ 1 BHK ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ 1 BHK മാത്രം 750 ആണ് മിനിമം എമൗണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 BHK ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, 1200, 300 ആ ലെവലിലേക്ക് അത്രയും റെൻറ്റൊക്കെ കൂടിപ്പോയി. അപ്പോൾ എക്സ്പെൻസ് വൈസ് UK എന്ന് പറയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ടൈം എടുക്കുന്ന കൺട്രിയാണ്. കാരണം നമ്മളുടെ സാലറിയിൽ നിന്നാണ് എക്സ്പെൻസ് പോകുന്നത്. അതുപോലെ തന്നെ ഫുഡ് അക്കോമഡേഷൻ മാത്രമല്ല, നമുക്ക് ടാക്സ് കട്ടിങ് ഉണ്ട്. നമുക്ക് സൗദിയിലാണെങ്കിൽ അങ്ങനെ ടാക്സ് കട്ടിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ സാലറി അല്ലെങ്കിൽ ഒരു എക്കോണമിക്കൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഗൾഫ് കൺട്രീസ് തന്നെയാണ്. ഓഫ് കോഴ്സ് സൗദി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ട്രാവൽ എലവൻസ്. നമുക്ക് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ തന്നെയാണ് ടിക്കറ്റ് ചാർജ്. അതിപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാം. എന്നാലും സൗദിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരാണല്ലോ, മിനിസ്ട്രിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് ഒരു UK ആൻഡ് ഗൾഫ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ സാലറി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത്രയും ഇപ്പോൾ 2 lakh എന്നൊക്കെ ായിരിക്കും വരുന്നത്. പക്ഷേ 2 lakhൽ ഒരു 1.5 തന്നെ ഇവിടെ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് മിനിമം. ഓക്കെ, പക്ഷേ എന്തുകൊണ്ട് എല്ലാവരും ഗൾഫിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ UK ലൈഫ് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഫാമിലി ടൈം, അതല്ലെങ്കിൽ ഫാമിലി ലൈഫിന് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുതൽ നമുക്ക് UK തന്നെയാണ്. ബാക്കി ഗൾഫ് കൺട്രീസിനെ എനിക്കറിയില്ല. സൗദി വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ഫ്രീഡം അല്ലേ, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം തന്നെ പറയാം. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ UK മറ്റൊരാൾ നമ്മൾ ഉപദ്രവിക്കാൻ പോയില്ലെങ്കിൽ നമ്മൾ തന്നെ ആരും ഉപദ്രവിക്കാൻ വരത്തില്ല കേട്ടോ. നമ്മളുടെ മാക്സിമം ഫ്രീഡം നമുക്കിവിടെ ഇപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഗൾഫിലാണെങ്കിൽ നമുക്കറിയാമല്ലോ, സൗദിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫ്രീഡം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രയൊക്കെ പുറത്തൊക്കെ പോയി ഷോപ്പ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കുറവാണ്, എല്ലാം കുറവാണ് കമ്പാരിറ്റീവ്ലി.
ഫാമിലി ലൈഫിൽ തന്നെ പറയാൻ പറ്റുന്നതാണ്, ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാമിലീനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിലും. അതിൻ്റെ സ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് ജോബ് കിട്ടാനൊക്കെ ഈസിയാണ്. ചിലപ്പോൾ അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള അതനുസരിച്ചിട്ടുള്ള ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നല്ലൊരു ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കൂടുതലാണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഫാമിലി സെറ്റിൽമെൻറ്റ് ഈസി ആയിരിക്കും. ദെൻ ഇപ്പം സ്പൗസിനും ചിൽഡ്രനും കൊണ്ടുവരുമ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അതല്ലെങ്കിൽ ഫാമിലി ടൈം കൂടുതലെന്ന് പറയുന്നതിന് മറ്റൊരു കാരണമാണ് വർക്കിൻ്റെ കാര്യം. അതായത് വർക്ക് എന്ന് പറയുമ്പോൾ ഗൾഫ് കൺട്രീസിൽ നമ്മൾക്കിപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 6 days ഒക്കെ കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്താൽ നമുക്ക് 1 or 2 ഓഫാണ് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ടൈം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഓവർ ടൈം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ കാണും. ഞാനൊരു പീഡിയാട്രിക് വാർഡിലായിരുന്നു, അതായത് MCH. എനിക്ക് തോന്നുന്നു സൗദിയിൽ കൂടുതലും മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലായിരിക്കും കൂടുതൽ തിരക്കുള്ളത്. ഞാനൊരു പീഡിയാട്രിക് വാർഡ് നേഴ്സായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി നമുക്ക് എപ്പോഴും സെൻസസ് 100 above ആയിരുന്നു. പ്ലസ് നമുക്കൊരു സ്റ്റാഫിന് തന്നെ 15 above ആണ് പേഷ്യൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. 19 വരെയൊക്കെ നമുക്ക് പേഷ്യൻറ്റിന് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റാഫിന് തന്നെ. അപ്പോൾ അത്രയും ഒരു ബിസി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. വർക്ക് പ്രഷർ വളരെ കൂടുതലായിരുന്നു, സ്ട്രെസ് ലെവലും കൂടുതലായിരുന്നു. സ്ട്രെസ് ലെവലും കൂടാൻ കാരണം നമ്മൾ സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എബ്സ്കോണ്ട് ആയാലും അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം നമ്മൾ സ്റ്റാഫിൻ്റെ തലയിലാണ് വന്നു വീഴുന്നത് ആദ്യം തന്നെ. അപ്പോൾ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ ഹൈ റിസ്ക്കിലുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ സ്റ്റാഫ് വരുന്നത്. അതായത് എന്ത് സംഭവിച്ചാലും എല്ലാ സ്റ്റാഫിനായിരിക്കും പഴി കേൾക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ ഒരു ടീം വർക്കാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ആദ്യത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച്. നമ്മൾ ടീം വർക്ക്, ടീം ലീഡർ, അതുപോലെ ബാൻഡ് 8, 7, 6 എല്ലാവരും നമ്മളെന്നെ എന്താ പറയുക ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ കൊളീഗ്സ് ആയാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ടീം വർക്ക്, ഡോക്ടേഴ്സ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, അതിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ളവരാണ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇവർ ചെയ്യട്ടെ, അത് ഇവരുടെ മാത്രം ഡ്യൂട്ടിയാണ്, അങ്ങനെ ഒരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു ബാൻഡ് 8 or 7 ഒക്കെ ആയിരിക്കും നമ്മളെക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ മാറി ഈ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അതുതന്നെ എനിക്ക് ഒത്തിരി എന്താ പറയുക വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഗൾഫ് എന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇൻചാർജുമാരൊക്കെ എല്ലാ ഇൻചാർജസൊന്നും നമ്മുടെ കൂടെ നിന്ന് പണിയെടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് വർക്ക് പ്രഷറിൻ്റെ കാര്യം. ആ ഒരു കാര്യത്തിൽ വളരെ നല്ലതാണ് UK എന്ന് പറയുന്നത്. ദെൻ ഫാമിലി ടൈം കിട്ടുന്ന കാര്യം പറഞ്ഞല്ലോ. അതായത് നമുക്കൊരു വീക്കിൽ 3 days അതല്ലെങ്കിൽ 3 days ആണ് നമുക്ക് മാക്സിമം വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഒരു വീക്കിൽ 4 days ഓഫ്. അതുപോലെ ഒരു മന്തിൽ ഏതെങ്കിലും ഒരു വീക്കിൽ നമുക്ക് 4 days ഡ്യൂട്ടി, 3 ഓഫ്. അപ്പോൾ ടോട്ടൽ ഒരു 13-14 days ആണ്. നമുക്കൊരു 30 days എടുത്ത ഒരു 15 ഡ്യൂട്ടിയാണ് മാക്സിമം വരുന്നുള്ളൂ. ബാക്കി 15 days ഓഫാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഫാമിലി ടൈമിൽ നമുക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്താ പറയുക എത്ര സ്ട്രെസ്സുള്ള ഒരു ജോബാണെങ്കിൽ കൂടിയും നമുക്ക് ഫാമിലിയുടെ കൂടെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ ഗൾഫ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്ട്രെസ് റിലീഫ്, അതായത് വർക്ക് പ്രഷർ നമുക്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ യൂണിറ്റ് നമുക്ക് വർക്ക് പ്രഷർ ഉണ്ടാവും. ഓഫ് കോഴ്സ് നേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ കൂടിയും നമ്മളുടെ മാത്രം ചുമതലയല്ല അത്. എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ പേഷ്യൻ്റ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫാമിലി ടൈമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രീഡം, അതായത് നമ്മളിപ്പോൾ ഒരു NHSൻ്റെ അണ്ടറിൽ ജോബ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് പ്രൈവറ്റ് കെയർ ഹോമിലൊക്കെ ജോബ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമ്മളിപ്പോൾ സൗദിയിലാണെങ്കിൽ നമ്മളെങ്ങനെയാണ്, നമ്മളൊരു കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാത്രമാണ് ജോബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ മാറുക എന്നുള്ളത് വലിയ ചടങ്ങാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക മറ്റൊരു സ്ഥലത്ത് പോയി ജോബ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷേ അതിനൊക്കെ ടാക്സ് പോവും, പക്ഷേ നമുക്ക് ജോബ് ചെയ്യാവുന്നതാണ്. ദെൻ ഇപ്പോൾ ജോബ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വാർഡ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് അസൈൻ ചെയ്തത് നമുക്ക് എല്ലാ ദിവസവും ഒരേ പേഷ്യൻ്റാണ് തരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ളൊരു അവസരമുണ്ട്. പക്ഷേ സൗദിയിൽ നമ്മളതിനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വെതർ എന്ന് പറയുന്നത് സൗദിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിഷ്ടം UKയിലെ വെതറാണ്. പലർക്കും പലതായിരിക്കാം. UKയിലെ വെതർ നമ്മളെപ്പോഴും പറയും ഭയങ്കര തണുപ്പാണ്, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിട്ടില്ല. അത് നമ്മൾ ഒത്തിരി വെതർ കോൾഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ സമ്മറിലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാനാണെങ്കിൽ ഒത്തിരി നല്ല പ്ലേസസ് ഉണ്ട്. നല്ല എന്താ പറയുക കണ്ണിന് കുളിർമയേകുന്ന ഭയങ്കര പച്ചപ്പാണ് എല്ലായിടത്തും. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ക്ലൈമറ്റ് ആണെങ്കിലും അത്ര ബുദ്ധിമുട്ടുള്ള ക്ലൈമറ്റ് ഒന്നുമല്ല. നമുക്ക് ഇടയ്ക്ക് മഴ
മഴയുണ്ട്, സ്നോഫോളൊന്നും അത്ര ഞാൻ കണ്ടിട്ടില്ല, വളരെ കുറവാണ്. പിന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിൻ്റെ മുകളിലേക്കുള്ള ചൂടൊന്നും നമുക്കിവിടെ വന്നിട്ടില്ല. സമ്മറിലൊക്കെ നല്ല രസമാണ്, നമുക്ക് ജാക്കറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സമ്മറിലൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ വെതർ വൈസും എനിക്കിഷ്ടം ഗൾഫിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ സൗദിനേക്കാളും നല്ലത് UK ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ദെൻ ലിവിങ് കോസ്റ്റിനെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതായത് ഫാമിലിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി വന്നാൽ കൂടി നമ്മൾ ഫാമിലിയുടെ ഫുൾ എക്സ്പെൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സൗദിനേക്കാൾ എക്സ്പെൻസ് കൂടുതൽ UK യിലാട്ടോ. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. അതാണ് ഏറ്റവും ഒരു വേഴ്സായിട്ടുള്ള ഒരു കാര്യം UK നെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദെൻ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സൗദിയിൽ ജോബ് സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ജോബ് സെക്യൂരിറ്റി വളരെ കുറവാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടെർമിനേഷൻ കിട്ടാവുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ 3 ഇയേഴ്സ് കോൺട്രാക്റ്റിനോ അല്ലെങ്കിൽ 2 ഇയേഴ്സ് കോൺട്രാക്റ്റിനോ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിലും നമുക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഇയേഴ്സിനാണ് നമുക്ക് ഫസ്റ്റ് സ്പോൺസർഷിപ്പ് തരുന്നത്. പക്ഷേ എന്താണ്, നമുക്കത് നമ്മുടെ ജോബ് സെക്യൂർ ആണ്, നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ വേറെ നമുക്ക് പേഴ്സണൽ ഇഷ്യൂസ് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോബ് സെക്യൂരിറ്റി വൈസ് വളരെ നല്ലൊരു പ്ലേസാണ് UK എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ PR കിട്ടും, അതുപോലെ 6 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെന്താണ്, എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഗൾഫ് കൺട്രീസിലൊക്കെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നമുക്ക് എക്സ്പെൻസ് ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ 12th വരെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് കുട്ടികൾക്ക് എഡ്യൂക്കേഷന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ അത് അവർക്ക് ഗവൺമെൻറ് തന്നെ അവർക്ക് ലോണ് ഏർപ്പെടുത്തി, അതായത് വളരെ ഈസി ആയിട്ട് ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് എഡ്യൂക്കേഷൻ വൈസ് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് ചിലവ് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. ഓക്കെ, സ്ട്രെസ് ഫ്രീ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് എന്താ, ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ UK യിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് എസ്പെഷ്യലി 2 ഇയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്ക് 5% പൈസയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ മതി, ബാക്കി ലോൺ നമുക്ക് ഗവൺമെൻറ് തരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നമുക്ക് സെറ്റിൽമെൻറ്റിന് ഈസി എന്നല്ല, ടൈം എടുത്താണെങ്കിലും നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെയുള്ള സ്വപ്നം UK യിൽ ഈസി ആയിട്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. പക്ഷേ സൗദിയിലൊന്നും ഞാൻ ആരും അങ്ങനെ സ്വന്തമായിട്ട് വീട് വാങ്ങിയെന്നൊന്നും കേട്ടിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, ദെൻ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം മിനിമം വേജ്, അതായത് ഏതൊരു ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ്. ഇപ്പോൾ ഒരു തറ തുടയ്ക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് ആൾക്കും കിട്ടുന്ന അതേ റെസ്പെക്റ്റ്, സെയിം റെസ്പെക്റ്റാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഹയർ പൊസിഷനിലാണ് ലോവർ പൊസിഷനാണ് അങ്ങനെ ഒരു പ്രോബ്ലമേ ഇവിടെ ഇല്ല. പക്ഷേ സൗദിയിൽ നമുക്കറിയാം, അല്ല അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു അടിമയായിട്ട് കാണുന്നത്, നേഴ്സിന് തന്നെ അടിമയായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പെക്റ്റ്, ഡിഗ്നിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ UK വളരെ മുന്നിലാണ് കേട്ടോ. ഏത് ജോബിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും കിട്ടും. അതുപോലെ തന്നെ വേജും കിട്ടും. അതായത് മിനിമം വേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതായത് പെർ അവർ മിനിമം വേജ് നമുക്ക് ഇപ്പോൾ 9 പൗണ്ടിൻ്റെ അടുത്ത് നമുക്ക് പെർ അവർ ഉണ്ട് കേട്ടോ. പിന്നെ സൗദിയിൽ എനിക്ക് ഏറ്റവും തലവേദനയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ് കുറേ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും പ്രോസസ്സിങ്, നമുക്കിപ്പോൾ ഒരു എക്സിറ്റ് പ്രോസസ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഒത്തിരി നടത്തിക്കും, നമ്മളതിനെ എത്ര തവണ നടത്തിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒത്തിരി നടത്തിച്ച് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 10-20 തവണ നമ്മൾ നടത്തിക്കും. അതുപോലെ പലർക്കും ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും, അപ്പോൾ അറബിക്കായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരും. പിന്നെ ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും നമ്മളതിനെ എന്താ പറയുക, ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു സിക്ക് ലീവ് എടുക്കാനും നമ്മൾ നടക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാം ഓൺലൈനിലായിട്ടാണ്. നമ്മളിപ്പോൾ ലീവ് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 2 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ആനുവൽ ലീവ് അപ്ലൈ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. നമുക്ക് റിക്വസ്റ്റഡ് ആനുവൽ ലീവ് ഒക്കെ എഴുതാം, റിക്വസ്റ്റ് ചെയ്ത് വെക്കാം നേരത്തെ തന്നെ. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഉറപ്പ് പ്രോസസ്സിങ് അതെല്ലാം ഓൺലൈൻ വഴിയാണ്. മെയിൽ അയക്കുക, നമുക്ക് മെയിലിൽ റിപ്ലൈ വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തത് ഇവിടെയാണ്. ദെൻ ഇപ്പോൾ ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് മെറ്റേണിറ്റി ലീവ് ഇവിടെ വളരെ 1 ഇയർ വരെ നമുക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാം. ലാസ്റ്റ് 3 മന്ത് നമുക്ക് അൺപെയ്ഡ് ആണെങ്കിൽ കൂടി നമുക്ക് 1 ഇയർ മാക്സിമം മെറ്റേണിറ്റി ലീവ് എടുക്കാവുന്നതാണ്. പിന്നെ പെറ്റേണിറ്റി ലീവ് ഉണ്ട്. NHSൻ്റെ അണ്ടറിലാണെങ്കിൽ ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ദെൻ പിന്നെന്താണ്, സിക്ക് ലീവുകൾ നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സിക്ക് ലീവുകൾ 7 days വരെ നമുക്ക് സെൽഫ് സർട്ടിഫൈഡ്, അതായത് നമുക്ക് വയ്യെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. ബാക്കി 7 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് GPയുടെ ഒരു സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് ജസ്റ്റ് GPനെ വിളിച്ച് ഒരു ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ഉറപ്പായിട്ടും GP നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പോൾ നമുക്ക് 7 days എബോവ് നമുക്ക് ലീവ് എടുക്കാം. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ ഇതൊക്കെ സൗദിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു
വോമിറ്റിംഗ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞാലും പറയും സ്റ്റാഫില്ല, നീ വരണം, അല്ലെ നമ്മൾ ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കില്ല, അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടുതൽ റിസോഴ്സസ്, അത് ബാങ്ക് ചെയ്യാനായാലും എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ആൾക്കാർ റെഡിയാണ്. കാരണം എന്താണ്, നമുക്ക് അതിനുള്ള വേജ് കറക്റ്റായിട്ട് ഇവർ അതിനുള്ള സാലറി നമുക്ക് കിട്ടും. അപ്പോൾ ബാങ്ക് ഡ്യൂട്ടി ചെയ്യാനൊക്കെ ഒത്തിരി പേര് അവൈലബിൾ ആണ് എപ്പോഴും. അപ്പോൾ ഒരാൾ പെട്ടെന്ന് സിക്കായാലും അതിന് പകരം നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും വരണം, വന്നില്ലെങ്കിൽ ഇവിടെ നടക്കില്ല അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗദിയിലൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് നൈറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹോളിഡേയ്സ് അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേ അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ ഏത് ഡ്യൂട്ടി ചെയ്താലും സെയിം സാലറിയാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ചെയ്യുന്നതിനും സൺഡേ ചെയ്യുന്നതിനും ബാങ്ക് ഹോളിഡേയ്സിന് ചെയ്യുന്നതിനും ഒക്കെ സ്പെഷ്യൽ സാലറിയാണ് നമുക്ക്, അതായത് കൂടുതലാണ് സാലറി കിട്ടുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്ട്രാ നമുക്ക് ഇൻകം കിട്ടാനുള്ള ചാൻസുകളാണ് അല്ലേ. അതുപോലെ തന്നെ ഓവർ ടൈം, അതിനൊക്കെ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവുന്നതിന് കാരണം എന്താണ്, നമുക്ക് അതിന് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് സൗദിയിൽ ഞാനൊക്കെ ഓവർ ടൈം ചെയ്തതിന്, അതായത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നതിൽ പീഡിയാട്രിക് വാർഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരിപ്പോൾ മനസ്സിൽ ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 PM തീരുന്ന ഷിഫ്റ്റ് ആണെങ്കിൽ അതിന് പകരം 6 7 PM ഇറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ അത് ഓവർ ടൈമായിട്ട് കൂട്ടുകയോ അതല്ലെങ്കിൽ അതിന് സാലറി കിട്ടിയിട്ടുള്ളതോ എൻ്റെ അറിവിലില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് എഴുതി വയ്ക്കുക എക്സ്ട്രാ അവർ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഡ്യൂ ഓഫ് ഒക്കെ കട്ടാവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമുക്ക് കിട്ടേണ്ട ഡ്യൂ ഓഫ് പോലും നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UK വളരെയധികം ആനുവൽ ലീവുകളായാലും സിക്ക് ലീവുകളാണെങ്കിലും അതുപോലെ നമുക്ക് ഓവർ ടൈം ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റും അതല്ലെങ്കിൽ സാലറി ഒക്കെ ലഭിക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ മന്ത്ലി എക്സ്പെൻസും അതുപോലെ തന്നെ മന്ത്ലി നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കമ്പാരിസൺ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതലുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇത് എന്താ പറയുക ഇതിന് എതിരെ അഭിപ്രായം ഉണ്ടാവുമല്ലോ, എന്തായാലും പലർക്കും ഉണ്ടായിരിക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സൗദി മാത്രമാണ് ഞാൻ കമ്പയർ ചെയ്തത്. ഇപ്പം നല്ല നല്ല പ്ലേസുകൾ, ഇപ്പോൾ അബുദാബി അതല്ലെങ്കിൽ ദുബായ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കൂടിയും നല്ല പ്ലേസുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്നും കൂടിയും റെസ്പെക്റ്റും ഡിഗ്നിറ്റി ഒക്കെ കിട്ടുന്ന പ്ലേസസ് ആവാം, എനിക്കറിയില്ല. അപ്പോൾ പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ ഓരോ പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്ത ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച്, ഇപ്പോൾ ഞാൻ സൗദിയിൽ പീഡിയാട്രിക് വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കങ്ങനെ തോന്നിയത്. അപ്പോൾ അവിടെ നല്ലൊരു പ്ലേസിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. ഇതെൻ്റെ മാത്രം എന്താ പറയുക ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്താ പറയുക നെക്സ്റ്റ് UK വിശേഷങ്ങളൊക്കെ